തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ ഡൊണാൾഡ് ട്രംപ് എന്ന രാഷ്ട്രീയ പ്രതിഭാസത്തിന് യാഥാർത്ഥ്യബോധം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്ക് സംഭവിച്ച തിരിച്ചടി അദ്ദേഹത്തിന്റെ പിടിവാശികളെയും അഹംഭാവത്തിന്റെ നയങ്ങളെയും ഒക്കെ തൽക്കാലത്തേക്ക് തണുപ്പിച്ചിരിക്കുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി വ്യാപാര യുദ്ധവും കനത്ത താരിഫുകളും ചുമത്തിക്കൊണ്ട് സാധാരണ അമേരിക്കൻ ജനതയുടെ വയറ്റത്തടിച്ച അതേ ട്രംപ് ഇന്ന് കാപ്പിയും വാഴപ്പഴവും ബീഫും ഉൾപ്പെടെയുള്ളവയുടെ തീരുവകൾ എടുത്തുമാറ്റി ജനങ്ങളെ ചാക്കിടാൻ ഇറങ്ങുകയാണ്. $2000 സഹായധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വന്ന ഈ താരിഫ് ഇളവുകൾ തന്റെ മുൻ നയങ്ങൾ വിനാശകരമായിരുന്നു എന്നതിന്റെ പരസ്യമായ സമ്മതമാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ പിൻവലിക്കാനുള്ള നീക്കങ്ങൾ വരെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രതിഫലനമാണെന്ന് വേണം പറയാൻ. ട്രംപിനെ അമേരിക്കക്കാർക്ക് മടുത്തു. ഇക്കഴിഞ്ഞ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പാർട്ടിക്ക് തോൽവി സംഭവിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അക്കാര്യം മനസ്സിലായത്. അതോടുകൂടി പിടിവാശി വിട്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ്. കാപ്പി, വാഴപ്പഴം, ബീഫ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളെ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു. താരിഫ് കടുംപിടുത്തത്തെ തുടർന്നുണ്ടായ ജീവിത ചെലവിനെ കുറിച്ചുള്ള ആശങ്കകളെ ട്രംപ് മുൻപ് നിസ്സാരവൽക്കരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ തന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മോശം പ്രകടനം പുനരാലോചനകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. സാധനങ്ങൾ മതിയായ അളവിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് ഭരണകൂടം തുറന്നു സമ്മതിച്ചു. വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഈ പട്ടികയിൽ ഇനി മുതൽ തീരുവകൾ ബാധകമല്ലാത്ത 100-ലധികം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അടിസ്ഥാന തീരുവയും ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും അധിക തീരുവകളും ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. ഇത് US ഉപഭോക്താക്കൾക്ക് വില വർധനവിന് കാരണമാകില്ലെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ ഏകപക്ഷീയമായ വ്യാപാര യുദ്ധം ലോകരാഷ്ട്രങ്ങളെ ശിക്ഷിക്കുന്നതിന് പകരം അമേരിക്കൻ ജനതയുടെ വയറ്റത്തടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് അദ്ദേഹം ചുമത്തിയ കനത്ത തീരുവകൾ ഒരു അഹംഭാവത്തിന്റെ നികുതിയായി മാറി. നികുതി ഒടുവിൽ വീണത് സാധാരണക്കാരായ ഉപഭോക്താവിന്റെ ചുമലിലേക്കാണ്. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്ന് അമേരിക്കൻ അടുക്കളയിൽ പോലും തീ പടർത്തിയ ആ സാമ്പത്തിക അശാന്തിക്ക് ഇന്നൊടുവിൽ ഒരു വിരാമമിടാൻ നിലവിലെ ഭരണകൂടം നിർബന്ധിതരായിരിക്കുന്നു. ട്രംപിന്റെ സാമ്പത്തിക നയം പരാജയമായിരുന്നു എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഈ തീരുവ ഇളവുകൾ. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നത്. അന്നു മുതൽ അമേരിക്കക്കാരെയും ലോകത്തെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപിന്റേതായിട്ട് എന്നും ഉണ്ടായിരുന്നു. അതിൽ H-1B വിസയുടെ നിയന്ത്രണങ്ങൾ, ഉയർന്ന താരിഫ് ചുമത്തൽ, അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ വിലക്കൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കി. അങ്ങനെ മറ്റു രാജ്യങ്ങളെ മുഴുവൻ അമേരിക്കയിൽ നിന്ന് അകറ്റി. എന്തിനേറെ പറയുന്നു, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതും ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത സമീപനത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇനി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അമേരിക്കയിലെ പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിൽ നിന്ന് വിദേശ വിദ്യാർത്ഥികളെ വിലക്കി. ഈ അടുത്തിടെ ട്രംപ് ഫോക്സ് ന്യൂസിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വിദേശ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്, അവർ അമേരിക്കയിലേക്ക് വരണം എന്നൊക്കെ. ട്രംപിന്റെ നിലപാടുകൾക്ക് ഒരു സ്ഥിരതയുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വിദേശ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതാ ഇപ്പൊ വീണ്ടും വിദേശ വിദ്യാർത്ഥികളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സ്വന്തം അജണ്ടയെ എതിർത്ത് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ലോകത്തിനെ അമേരിക്കയിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം, ലോകാരോഗ്യ സംഘടനയുമായുള്ള അകലം, H-1B വിസയുടെ നിയന്ത്രണങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി ജനങ്ങളെയും വിദേശ വിദ്യാർത്ഥികളെയും ലോകരാഷ്ട്രങ്ങളെയും മാറി മാറി സ്വാഗതം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ നിലപാടില്ലായ്മ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ട്രംപിന് ജനങ്ങൾക്ക് മടുത്തു എന്ന യാഥാർത്ഥ്യം ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമതും പ്രസിഡന്റ് ആകാനുള്ള വഴി അടഞ്ഞെന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇപ്പോൾ നടത്തുന്നത് വെറും മലക്കം മറിച്ചിൽ രാഷ്ട്രീയം മാത്രമാണ്. തന്റെ അജണ്ടകളെ എതിർത്ത് സംസാരിക്കുന്നതിലൂടെ അദ്ദേഹം തെളിയിക്കുന്നത് ഒന്നു മാത്രം: ജനവിധിക്ക് മുന്നിൽ പിടിവാശികൾക്ക് സ്ഥാനമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ട്രംപിന്റെ പുതിയ മലക്കം മറിച്ചിലുകളും തന്ത്രങ്ങളും എല്ലാം കാണാനാകും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.